സദ്വിശരണം. അപ്പോൾ ഇന്ന് 27/8/2026 പൗർണമി ദിനത്തിൽ നമ്മുടെ കേന്ദ്ര ഓഫീസ്, അതായത് പൂലന്തറ ജംഗ്ഷനിലുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മെയിൻ വഴിയുടെ, അതായത് പഴയ ആദ്യകാലത്തെ വഴിയുടെ ഇടതുവശത്തായിട്ട് കാണുന്ന ബിൽഡിങ്ങിൽ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഇന്ന് ഗുരുവിൻ്റെ ഗുരുവാണി. ഈ ഗുരുവാണിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഗുരുവാണിയാണ്. കാരണം ഗുരുവിൻ്റെ ബൈലോ, ഗുരുവിൻ്റെ പ്രസ്ഥാനം എങ്ങനെ ഇനി കൽപ്പാന്ത കാലത്തോളം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു വെച്ച ആ ബൈലോയാണ് ഇന്നത്തെ ആ ഗുരുവാണിയായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നത്. LED ഡിസ്പ്ലേ ഇട്ടിട്ട് പ്ലേ ചെയ്യുന്നത്. അതിവിടെ കാണാം നിങ്ങൾക്ക്. ആശ്രമത്തിൻ്റെ ആ പഴയകാല ആ വഴി റോഡ് പൂലന്തറ ജംഗ്ഷനിൽ നിന്ന് ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇപ്പോൾ മെയിൻ എൻട്രൻസ് വേറെ ഉണ്ട് എങ്കിൽ കൂടി ഇത് ആദ്യകാലത്തുള്ള വഴിയാണ്. അതിൻ്റെ ഇടതുവശത്ത് കാണുന്ന ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ആ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ LED ഡിസ്പ്ലേ പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്ന് പ്രസ്ഥാനം എങ്ങനെ എന്തെല്ലാം രീതിയിൽ അതപ്പതിച്ചോ അതെല്ലാം ഗുരു മുൻപേ കണ്ട് പറഞ്ഞതുപോലെ ആണ്. ആ അങ്ങനെ ആകരുത്, ഒരിക്കലും ഇങ്ങനെ ആകരുതെന്ന് പറഞ്ഞ ആ ഒരു ഗുരുവാണിയാണ്. ഇതിന് വളരെ പ്രാധാന്യമുള്ളൊരു ഗുരുവാണിയാണ്. കാരണം പലരും ചോദിക്കാറുണ്ട്, ഗുരു എന്തുകൊണ്ട് ഇതൊന്നും മുൻകൂട്ടി കണ്ടില്ല? ഗുരു കണ്ടു, പക്ഷെ നമ്മൾക്കത് മനസ്സിലായില്ല, നമ്മളെ ചതിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗുരുവാണി ഞാനിവിടെ ഇന്ന് LED ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന ആ ഗുരുവാണി തന്നെ ഇവിടെ എൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും കാണുക. സദ്വിശരണം. ഈ നിയമപ്രകാരം നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നിയമപ്രകാരം പോയാൽ അങ്ങനെ പോയിക്കൂടെ എന്നാണ് ചോദിച്ചത്. അല്ലാതെ ഒന്നും ഒക്കില്ല. രജിസ്ട്രേഷൻ ചെയ്ത് അതിനൊരു പരിധിയിൽ നിന്നും കൊണ്ട് കൈകാര്യം ചെയ്യാം. അതിനെങ്ങനെ ഒക്കും? അത് ഈ ബൈലയുടെ നിയമം വേണ്ട. ഇപ്പം ആദ്യം ഒരു സൊസൈറ്റി നിയമം പോലെയേ ഉള്ളത്. അത് വേണ്ട. ഗവൺമെൻറ്റിന് നമ്മളൊരു നിയമം എഴുതി അവർക്ക് ആ ബൈല അംഗീകരിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഈ ആശ്രമത്തിൻ്റെ വകയിട്ടൊരു ബൈല ആ ആശ്രമത്തിൻ്റെ സ്വഭാവത്തിൽ മാത്രം അങ്ങനെ അംഗീകരിക്കില്ല. ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓരോ നിയമങ്ങൾ വരുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ ഇടവില്ല. അങ്ങനെയുള്ള 2-3-4 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്തത്. ഇതങ്ങനെയല്ലല്ലോ. ഇതൊരു ലോകത്തിന് മൊത്തമുള്ളതായ ഒരു ദൈവം നിശ്ചയമാണ്. അതെ, അത് അങ്ങനെ പറയല്ല. മാറ്റം ചെയ്യാൻ നോക്കുമല്ലോ. പക്ഷെ നമ്മൾ നിയമത്തിന് വിരുദ്ധമാവില്ല, രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാവില്ല. എന്നല്ലേ ഉള്ളു. ആ ആക്ടിന് ഉള്ളത് വേണ്ട, പുതിയതായിട്ട് അതിൻ്റെ അത്രയും ഭാഗം ആദ്യത്തെ ആമുഖം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ സെക്ഷനും ആത്മല്ല എല്ലാം കളയാം. കാരണം ഇത് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ജാതിയിലും മതത്തിലും കൊണ്ടുവന്ന് വയ്ക്കും. പറയാതെ എങ്ങനെ പറയാം. നിയമം നമുക്ക് അനുകൂലമായിട്ട് വരാൻ നമ്മൾ നമ്മുടേതായ ഒരു ആശ്രമ നിയമം അത് രജിസ്ട്രേഷൻ ചെയ്യും. അതൊക്കെ വന്നാണ് രാജ്യത്തിന്റെ നിയമത്തിന് മാറ്റാൻ പറ്റിയൊരു ആ ആക്ടിന് അതെല്ലാം പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്ന ആക്ടിന് ഒരു ആക്ട് ഉണ്ടല്ലോ. ആ ആക്ടിന് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതിന് ഇൻകം എക്സ്പെൻഡിച്ചറാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചാരിറ്റബിൾ പേർപ്പസിന് വേണ്ടി വേലയില്ല. അതായത് ഇന്ന് നിലവിലിരിക്കുന്നത് ജാതിക്കും മതത്തിനും അനുകൂലമായ നിയമമാണ്. ഇത് ജാതി പറഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല. അതായത് ജാതിക്കും മതത്തിനും കീഴിൽ നിൽക്കുക. ജാതിക്ക് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജാതിയല്ല ഇത്.
അതായത് ഇതിനൊരു ആമുഖം എഴുതി ഉണ്ടാക്കണം. അതിൻ്റെ പേരിൽ വേണം ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ. ഈ ആക്ട് അനുസരിച്ചിട്ട് ജാതിയും മതവും പാടില്ല. അതല്ലേ ഇതിപ്പോ പറഞ്ഞതേ, ഇതിനകത്ത് ആദ്യം ഒരു ആമുഖം ഉണ്ടാവും. ഈ ആമുഖത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തനം വരാൻ പാടില്ല. അങ്ങനെ പറ്റുമോ? അതായത് ഈ തിരഞ്ഞെടുപ്പ് ഏർപ്പാടൊന്നും വേണ്ട, എങ്കിൽ അത് ശരിയാവില്ല. ഇത് ശരിയാവില്ല എന്ന് പറയണത് ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ഇവരാരും നേരെ കൈകാര്യം ചെയ്തിട്ടില്ല, നിങ്ങളാരും കൈകാര്യം ചെയ്തില്ല. അപ്പം ഞാനില്ലാത്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യില്ല. നിങ്ങളൊരു പ്രസ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിങ്ങനെയാണെങ്കിൽ അത് ബാംഗ്ലൂരുകാരെ കൊണ്ട് വിളിച്ചു, നിങ്ങൾ അടുത്തെടുത്തിരി, അവരും കൂടി വന്നിരിക്കും. നിങ്ങൾ എന്തോ അല്ല, കുളി കഴിഞ്ഞിട്ട് വന്നെന്നല്ലേ ഞാൻ കരുതി. അത് വേണ്ട, ഇപ്പം വിളിക്കണ്ടാന്ന്. ഞാനിത് പറയുന്നതേ, നിങ്ങളാരും ഇതിനൊരു മഹിമ കൊടുത്ത് പ്രവർത്തിച്ചില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലുണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ശരി. ഞാനിരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കുകയില്ല, കൊണ്ടുപോവുകയില്ല എന്നുള്ളത് തീർപ്പായില്ലേ? നിങ്ങളാരും ഇത് ബന്ധപ്പെട്ട വകയല്ല, നിങ്ങൾ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളതിന് നിങ്ങൾ ഈ വഴിക്ക് ചെയ്യുകയും ചെയ്തു. ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നത് ശരിയില്ല. നിങ്ങൾക്കാർക്കും ഉത്തരവാദിത്വമില്ല. പ്രവർത്തിക്കാതിരുന്നുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ ചെയ്യാൻ കൊള്ളാം. അത് നമ്മുടേതായ ഒരു നിയമം, അതായത് ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരെ അറിയണം എന്നുവെച്ചാൽ അറിയണമെന്നേ ഉള്ളൂ. അത് മനസ്സിലായ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരെ അറിയണം. എന്നാൽ ഒരു 4 പേരെ തിരഞ്ഞെടുക്കുകയാണ് ഒരു കൊല്ലത്തെ ഭരണത്തിന്. ആ 4 പേര് ഒരു കൊല്ലത്തെ ഭരണം കൊണ്ട് അവർ കാഴ്ചവെക്കുന്ന എന്താണോ അതനുസരിച്ച് പിന്നെ 4 പേരെ തിരഞ്ഞെടുക്കണം. നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ അവരെ തന്നെ തുടരാൻ അത് ഒക്കില്ല, ഇവർ ചീത്തയാവും. നമ്മുടെ അനുഭവത്തിൽ അതല്ലേ. അടുത്ത പ്രാവശ്യം മാറിക്കണം, അല്ലെങ്കിൽ അത് ചീത്തയായിട്ട് വരും. ഇവരെ ഒന്നിനെ അനുസരിക്കാത്തവരാണ്. അവര് വരുന്ന കാര്യമില്ല. ഒരു കൊല്ലം ടൈം കൊടുക്കുക, വേറെ വരണം കൊടുക്കുക, അത് കറങ്ങി വരാം. അത് പറയണം, ഒരു കൊല്ലമേ ഉള്ളൂ. അവർക്കില്ല. ഇത് ആരാണോ 4 പേര് വരും, ആള് വരും. 4 പേര് മതി. എന്താ 4 പേർക്ക് അല്ല, ഒരിക്കലില്ല എന്നല്ല. അടുത്ത ടേണില് ഈ 4 പേര് ഗൃഹസ്ഥാശ്രമ മീറ്റിങ്ങും ഇവർ 2 കൂട്ടരും കൂടണം. കൂടിയിട്ട് അവർക്കെല്ലാവർക്കും സമ്മതനായ 4 പേരെ വയ്ക്കും. അത് നോക്കേണ്ട ആവശ്യമില്ല. സന്യാസി സംഘത്തിൽ നിന്നായിരിക്കും ഈ 4 പേരെ എടുക്കുന്നത്. അതെ, ആ വേറെ 4 പേരിൽ ഈ ഗൃഹസ്ഥാശ്രമികൾ അതിൻ്റെ
സേവനം ചെയ്യാനായിട്ട് 4 പേരെ വയ്ക്കാം. അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇത് നടക്കില്ല. ഇവർ തള്ളിക്കളയും. ഒരു തരത്തിലും ഇവർ മുന്നോട്ട് പോകില്ല. പിന്നെ എന്ത് ചെയ്യും? അതായത് ഇപ്പം 4 സന്യാസിമാർക്ക് 1 കൊല്ലം ഭരിക്കാം. അത് ഈ ഗൃഹസ്ഥാശ്രമിക്കും ഈ പറഞ്ഞവർക്ക് ഒരിഷ്ടമല്ലെന്നേണ്ട ഉടനെ ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത 4 പേര് തിരഞ്ഞെടുത്തോണം. അതെ, അവർ തിരിഞ്ഞു വന്നോട്ടെ. അവർ തന്നെ തിരിഞ്ഞും മറിഞ്ഞും വരാം. അല്ല, ആയുഷ്കാലം എന്നല്ല പറയുന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കുക. ഇപ്പം ഈ സന്യാസ സംഘത്തിനും ഒരു രാജ്യത്തിനും ഒരു ജാതിക്കും വരെ വൈലയുണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലേ? ഈ നിയമം നമുക്ക് വേണ്ട. രാജ്യത്തിന് ദോഷം വരാത്ത ഒരു നിയമം ഉണ്ടാക്കാമല്ലോ. അത് പാടുണ്ടോ? അല്ല, ചട്ടക്കൂടെന്ന് പറയുമ്പോൾ അതെ, അത് ഈ പറയുന്ന ബോർഡംഗങ്ങളും ഇങ്ങനെയൊക്കെ വരുന്നതാ. അതല്ല ഞാൻ പറയുന്നത്. ഈ സംഘത്തിനൊരു തീർപ്പ് അതുണ്ടാക്കിയ ആൾ ചെയ്യുന്നു, അതിന് നിയമം ഉണ്ടാകുന്നതാണ് ചോദിക്കുന്നത്. ഗവൺമെന്റ് ഇല്ല. പിന്നെ ഇരിക്കട്ടെ, അത് ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കും. അതങ്ങ് തുറന്നോളാം, അതിന് വിഷമമില്ല. കാരണം ഇവരൊരു സ്വതന്ത്രമായ വഴി പോയാൽ ഇത് ആകെ കുഴയ്ക്ക് വരും. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഭരിച്ചതിനെ ഇല്ലാതെയാക്കിയിരിക്കുക. അല്ല, അവരത് കരുതി ചെയ്യേണ്ടത് അവരുടെ ചുമതലയല്ല. ഇത് ഇല്ല, വീട്ടിൽ അമ്മാവൻ ഭരിക്കുന്ന പോലെ ഭരിച്ചാലും ചെയ്യാൻ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കടയിൽ ഞാനും കൂടി കുറ്റക്കാരനകത്തൊക്കെ വിധി ചെയ്തു. ആർക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാൻ തികഞ്ഞ കുറ്റക്കാരനായിട്ടല്ലേ മാറിയത്. പിന്നെ ദാമോദരനൊക്കെ അറിയേണ്ട കാര്യമാണ്. ഇതൊരു സന്യാസ സംഘം രജിസ്ട്രേഷൻ ചെയ്തു പോയെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടും ഇത് വല്ലാതെ അങ്ങ് വിഷമിക്കും. മനസ്സിലായില്ലേ? ഇത് മനസ്സിലായി അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറയാമെന്ന് പറയാം. ഈ സംഘത്തിനൊരു നിയമം വേണം. ആ നിയമം ഈ ഗവൺമെൻറ് നിയമം പോലെ അങ്ങനെയല്ല. ഇതിന് ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറയുന്ന ശിഷ്യന്മാരുണ്ട്, സന്യാസിമാരുമുണ്ട്. അപ്പം ഈ സന്യാസിമാർക്ക് ഒരു മുൻഗണന വേണം. അത് അവർ തന്നെയായിരിക്കും ഭരിക്കുന്നത്. അത് മനസ്സിലാകുന്നത് പറയുന്നത്. അതെ, ഗൃഹസ്ഥാശ്രമിക്ക് അറിഞ്ഞിരിക്കണം. അല്ല, എന്തുകൊണ്ട് ഇതിനെ താല്പര്യപ്പെട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള അനവധി ഗൃഹസ്ഥാശ്രമികളുണ്ട്. അവർക്കിത് അറിഞ്ഞിട്ട് അവരുടെ മക്കളും ചിലപ്പോൾ ഇതിലേക്ക് ആഗ്രഹിച്ച് വരുന്നവർ കാണും. അപ്പം അതിങ്ങനെ കാലം കൊണ്ട് അവർ കറങ്ങി വരും. അത് സന്യാസിയായിട്ടും വരാം, ദർശനമുള്ളവരായിട്ടും വരാം. അവർക്ക് ഇത് കൈകാര്യം ചെയ്യാം.
മനസ്സിലായില്ലേ? അപ്പം ദർശനം എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ കാര്യം നോക്കി പറയത്തക്ക കഴിവുള്ള ഒരു വ്യക്തിയാകണം. അതുവരെ ശരിയാവില്ല. അപ്പം മനസ്സിലായോ? അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഈ കൊച്ചിനെ കൊണ്ടുവന്നു, അവൾക്ക് എന്താണോ ഒരു വിഷമവും പ്രയാസവും ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കണം. ആ ആള് ഒരു വ്യക്തി ഇതിലുണ്ടായിരിക്കണം, മാറി മാറി എപ്പോഴും അങ്ങനെ ഉണ്ടാകണം. അപ്പം ദർശനമുള്ളവർക്ക് അത് ഇല്ലാതെ വരാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇവരിത് കളിപ്പിക്കും. ഇങ്ങനെ കളിച്ചു പോയാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കില്ല. അത് പെണ്ണാണോ എന്ന് അതിന് കാര്യമില്ല. ആ ദർശനമുള്ള കുട്ടി ഒരാളുണ്ടായിരിക്കുമല്ലോ. പിന്നെ അവർ തിരഞ്ഞെടുക്കുന്ന 4 പേര് തിരഞ്ഞെടുക്കുന്ന ആള് ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് 4 പേരെ തിരഞ്ഞെടുക്കുക ഒരു കൊല്ലത്തിനകം. ഒരു കൊല്ലം കൂടുതൽ പാടില്ല. എന്താണെന്നറിയാമോ? അടുത്ത കൊല്ലം ഇവരിരുന്ന ഇത് വീണ്ടും അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോകുള്ളൂ. ഒരു കൊല്ലം കൊണ്ട് തീർക്കണം. ഇത് എല്ലാവരും അതന്നെ ഈ സന്യാസ സംഘത്തിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആളെ ആജീവനാന്തം അയാളെ പിരിച്ചുവിടുക. ഈ സംഘത്തിൽ അംഗമല്ലാതെ ആക്കിക്കളെ. അല്ല, അയാള് കഴിഞ്ഞോളാം ഒരു ബന്ധമില്ലാതെ. അതിൻ്റെ കാര്യം വൈദ്യുതി എഴുതും. അപ്പം ഈ ദർശനമുള്ള കുട്ടികൾ ഇങ്ങനെ 2-4 പേരുണ്ടെങ്കിൽ അവരിങ്ങനെ കറങ്ങി വരും ഓരോരുത്തരെ. അല്ല, അവരല്ല, അവരിതിൻ്റെ അകത്ത് ഈ ഒരു കൊല്ലം അവരെയും കൂടി ഉൾപ്പെടുത്തി കരിക്കുക. ഒരു കൊല്ലം കഴിയുമ്പോൾ അത് വേറെ ആളാകും. എന്താ 4 കൂടുതൽ കൊടുക്കരുത്. കൊടുത്താൽ അത് ചീത്തയായി പോയത്. 4 നല്ലത്. 3 മതി. ഇല്ലെങ്കിൽ ഇവര് സ്വയം ചീത്തയാവും. ഒരു ഭരിക്കുന്നെന്ന് വെച്ച് വേറെ ഒരു അധികാരവും ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. സംഘത്തിൻ്റെ മറ്റ് ഗൃഹസ്ഥാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് വരാം. അവര് സന്യാസം കൊടുത്തു വരികയാണ്. വെറുതെ ഗൃഹസ്ഥാശ്രമം ഇങ്ങോട്ട് വരിയില്ല. ഇതില് വരാം. ഇതിപ്പോഴ് നിങ്ങള് എല്ലാവരും അറിയേണ്ടത് ഇത്രയും പ്രയാസപ്പെട്ടുണ്ടായ ഒരു രംഗം, അത് മനസ്സോടുകൂടി നോക്കേണ്ടതും നിങ്ങൾ സേവനം ചെയ്യാൻ വന്നതുമാണ്. പക്ഷെ അത് ഈ വഴിക്കാക്കി കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അല്ല, അതല്ല, അത് എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മാനിക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇവനോടും പറഞ്ഞ് നിങ്ങളെ മാനിക്കില്ല. അത് കേട്ടപ്പോ ഒരു പഴയ അനുഭവം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു വിഷമം വന്നതുകൊണ്ട് ഞാൻ സന്യാസിമാരെ ബഹുമാനിക്കണം എന്നൊരു ആഗ്രഹം. അവരങ്ങനെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയും. ഒന്നും ചെയ്യാനൊക്കില്ല. അത് ബഹുമാനിക്കണം, അത് വേറെ കാര്യം. പക്ഷേ ഈ ഗൃഹസ്ഥാശ്രമികൾക്കും അതിലൊരു പങ്കുണ്ട്. എന്താണ്? ഇതിൽ ഇത്രയും പേരുള്ളതാണ് ഗൃഹസ്ഥാശ്രമം. ദർശനമുള്ളവരും ധാരാളം പേരുണ്ട്. അവരിൽ തെളിഞ്ഞു വരുന്ന ഒരാളിൻ്റെ കാര്യം നോക്കി പറയാവുന്ന ഒരു സ്റ്റേജിലെത്തി. അത് ഏതാണ്ട് ഒരു 4 കൊല്ലം അങ്ങനെ പ്രവർത്തിച്ചാലേ അയാള് സ്ഥിരമായി ഇത് പ്രവർത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അതങ്ങ് പോകും. ഏതെങ്കിലും ഒരു ചെറിയ അസൂയ ഇരുന്നാൽ മതി, ഇതങ്ങ് പോകും. അതിരിക്കാൻ പാടില്ല.
അല്ലെങ്കിൽ ഇവരെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാതെ ഇപ്പം തന്നെ എത്രയോ പേരിവിടെ ഉണ്ടായി, ഒരാളെ പറ്റി ഒരു പ്രയോജനം ഇല്ലാതെ ആയിപ്പോയി. അവരങ്ങ് തിരിഞ്ഞ് പോകും. അങ്ങനെയുള്ളവർ പൊയ്ക്കോട്ടെ, നമ്മളതിനൊരു മാന്യത കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ത്യാഗം ചെയ്യാനാണ് വരുന്നത്. ആ ത്യാഗത്തിന് വില കൽപ്പിക്കാതെ അവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സന്യാസത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവരുടെ സേവനം എന്താ? അവർ കഴിഞ്ഞോട്ടെ, അതിന് വേറെ വിഷമമില്ല. ഇവർ ഒന്നും ചെയ്തില്ല. എൻ്റെ കാര്യം നമ്മുടെ ഈ ദർശനമുള്ള കുട്ടികളെ അവർ വന്നാൽ താമസിക്കുന്നത് ഒക്കെ ഈ സന്യാസി പെണ്ണാണെങ്കിൽ പെണ്ണുങ്ങളായ സന്യാസിയുടെ കൂടെ, ആണാണെങ്കിൽ ആണുങ്ങളായ സന്യാസിയുടെ കൂടെ. ഇവർക്ക് 2 സെറ്റായിട്ട് പെരുമാറാൻ പാടുള്ളത്. യാതൊരു കാരണവശാലും ഈ ആണിൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് കണ്ട അവരപ്പോഴേ വെളിയിലാകും. ദർശനമുള്ളത് ആണോ പെണ്ണോ അത് ഇന്നായിരുന്നില്ല. അതില്ല, അങ്ങനെയുള്ളവരെ അപ്പോഴേ മാറ്റും. വകുപ്പ് വേണം, വകുപ്പ് ഉണ്ടാകണം. അവരെ അപ്പോഴേ അത് ഈ 3 മാസത്തിനകത്ത് 3 മാസം ഓരോ മാസത്തിനകത്തും മാസാന്ത്യം കണക്കും റിപ്പോർട്ടും വായിക്കണം. ഒരു മാസത്തിൽ മന്തിലെ അവസ്ഥയിൽ വരണം. അത് 3 മാസം കൂടുമ്പോൾ ആ ബോർഡ് കൂടും. ഭരണഘടനയ്ക്കൊരു ബോർഡ് ഉണ്ടാകുമല്ലോ. പക്ഷെ ആ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത് ഇവരായിരിക്കും, ഈ 4 പേരായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട നിയമമേ പാടുള്ളൂ. അത് വേണ്ട, അത് വെച്ചാൽ ഇവിടെ കുഴയും. ഇവിടുത്തെ ഈ ഗവൺമെന്റ് തന്നെ സദാ മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെപ്പോഴൊക്കെ ചത്തുപോകുമെന്നറിയില്ല. ഈ നിയമം പിന്നെ എന്നുവരെ ഈ ആശ്രമം പരമ്പരയെ നിലനിൽക്കും, അന്ത്യം വരെയാണ്, മാറ്റമില്ല. ഞാൻ ഇത് സംസാരിക്കുകയാണ്, നിങ്ങളെല്ലാം എഴുതി വെച്ച് ഞാനിത് സംസാരിക്കുന്നതിന് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ് ഞാനിത് പറയുന്നത്. ഞാനിത് പറയുന്നത് എന്താണ്, നിങ്ങൾ ചോദിച്ചോളാം, സംശയം ചോദിച്ചോളാം. നിങ്ങൾ ചോദിക്കരുതൊന്നല്ല, ചോദിച്ചോളൂ. ആകാം, ജന്യമാരാകാം, അത് ആരും ആകാം. 3 അല്ല 4 ആണ്. 4 സന്യാസിമാരാ. അല്ലല്ല, ദർശനമുള്ള ഒരാളാണ് സന്യാസി. അത് പെണ്ണാകാം. അത് ഈ പെണ്ണായാലും ആണായാലും സംഘം അറിയാതെ അവരൊന്നും ചെയ്തുകൂടാ. അല്ല, സംഘത്തിന്റെ ഭൂരിപക്ഷമല്ല. അതെ, അവരറിയണം, പൊതുവെ അറിയണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ പറയണം. തിരഞ്ഞെടുക്കുന്ന ബോർഡുണ്ടല്ലോ, മീറ്റിങ്ങിൽ പറഞ്ഞിട്ട് ഈ തീരുമാനം എടുത്തിട്ട് പിന്നെ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരുണ്ടല്ലോ, അവരെ വിളിച്ചു വരുത്തണം. പേര് 4 പേരെ വിളിക്കും. അവര് എന്നും ഇത് നിന്നില്ല, ഈ ഗൃഹസ്ഥാശ്രമികളും പോകും, ഇവരും പോകും, 2 കൂട്ടരും പോകും. അത് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം.
വകുപ്പിന് വല്ല പിന്നെ പോരായ്മ വരാതിരുന്നാണ്. ഇതിലെ ഗുരുവിന്റെ ആശയങ്ങൾ അറിയാം, ആദ്യം അത് പറയുക. അത് അവർക്ക് അതുകൊണ്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ സംസാരിക്കുന്ന അതൊക്കെ നമുക്ക് വരാൻ കഴിയും. പിന്നെ അത് ഏതെങ്കിലും ജന്മാരെ കുറിച്ചിട്ട് ഒരു കൊല്ലം മാത്രം ഭരണം കൊടുക്കുക. അപ്പം അവർ ഈ 4 പേർക്ക് കഴിവില്ലെങ്കിൽ ഈ 4 പേരെ തിരഞ്ഞെടുക്കുന്നത് ഈ ധർമ്മസംഘത്തിലുള്ള ആൾക്കാരാണ്. അതെ, സന്യാസി സംഘത്തിൽ സന്യാസി സംഘത്തിലുള്ള ആളുകളെ 4 പേര് തിരഞ്ഞെടുക്കാവും. ആ 4 പേര് നിർദ്ദേശിക്കുന്നത് ഈ ബോർഡ് അംഗങ്ങളെയാണ് ഭരിക്കാൻ വേണ്ടി. സന്യാസി സംഘത്തിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുക്കുക. അതെ, അവരെയും ചേർത്ത് 4 പേര് ഈ ബോർഡിന് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക. അതെ. ഭരണസമിതിയെ അതെ, ഒന്ന് വർക്കിംഗ് കമ്മിറ്റിയും വോട്ടിംഗ് ഒന്നുമില്ല. ഒന്ന് വർക്കിംഗ് കമ്മിറ്റിയും മറ്റ് ബോർഡ് എക്സിക്യൂട്ടീവ് ബോർഡ്. എന്താ അത് സന്യാസിമാരെല്ലാവരും കൂടിയാണ്. അവരാണ് ഈ ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇല്ല, 4 പേര് മാത്രം. അതെത്ര പേരുണ്ടോ അത്രയും പേര്. ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ഇത് അനുഭവമാണ്. ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഇത് ഇവർ ചീത്തയാണ്. ക്വാളിഫിക്കേഷൻ വെച്ചാണ് എല്ലാ മടങ്ങളും ചീത്തയാണ്. ഉണ്ടല്ലോ. അതായത് ബ്രഹ്മചാരിയായിട്ട് അന്ത്യം വരെ കഴിയാവുന്ന മാനദണ്ഡം, അതാണ് അതിൻ്റെ മാനദണ്ഡം. അതാണ് അത്. അവർ സന്യാസി ആകുമ്പോ പിന്നെ ബ്രഹ്മചാരിയാണല്ലോ. ഇല്ല, അതാവണം. ഇല്ല, അതാ ഈ ഇവിടെ ഗൃഹസ്ഥാശ്രമികളായിട്ട് അധികം വീട്ടുകാരില്ലേ, അവരിൽ ഒരാൾക്ക് ഇവിടെ കഴിയണം. അന്ന് മുതൽ വീടിൻ്റെ ബന്ധം പെടും. വീട്ടിലൊരു ബന്ധവുമില്ല, സന്യാസ സംഘത്തിലുള്ള ബന്ധമേ ഉള്ളൂ. അവർക്ക് വല്ലതും വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് തോന്നുക, ഇതിൽ ചേർക്കണമെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അവരെപ്പോഴും സന്യാസ സംഘം തന്നെയാണ്. അവരിങ്ങനെ ഗൃഹസ്ഥാശ്രമിയായാലും അവരെ പിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ വരും. ഈ ഭരണത്തിന് അവർ വരും ഇങ്ങനെ ഇറങ്ങി. അത് 100-ലധികം സന്യാസിയായി പോയാൽ എന്ത് ചെയ്യും? അത് മനസ്സിലാകണമല്ലോ. കവിയാണെങ്കിൽ എന്ത് ചെയ്യും? 50 സന്യാസിമാരിൽ കവിയാണെങ്കിൽ 7 സന്യാസിമാർ വേണം. 7 ഇവർക്കെല്ലാം ഒരു കൊല്ലമേ ഭരണമുള്ളൂ. ഇത് ഈ ഗൃഹസ്ഥാശ്രമിയുടെ അറിവ് കൂടാതെ ഇതൊന്നും ചെയ്യാനും പാടില്ല. എന്തിനാണ് അറിയുന്നത്? അതല്ല, നിയന്ത്രണമല്ല. അവര് വിശ്വാസികളാണ്. അവരിതിനെ നഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല. അവരിതിനു വേണ്ടി എന്തും ചെയ്ത് നിലനിർത്താനുള്ളതാണ്. അത് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നഷ്ടപ്പെടുത്തിയാൽ അത് പാടില്ല. അത് നഷ്ടപ്പെടുത്തുന്ന ആളെ ഒഴിഞ്ഞു പോവുക, വേറെ 4 പേരെ എടുക്കുക. അങ്ങനെ വേണം. അതല്ലേ നല്ലത്. എപ്പോഴായാലും ഗൃഹസ്ഥാശ്രമി ഇതിലുണ്ടായിരിക്കും. അപ്പം അവർക്കൊരു നിയന്ത്രണം ഇല്ലാതെ വരരുത്. അതെ, 100 കവിയാണെങ്കിൽ സന്യാസിമാര് 10 ആക്കണം.
50 മുതൽ 100 വരെ ആണെങ്കിൽ 7 പേര്. അതെ, 100-ൽ കവിയാണെങ്കിൽ 10 പേര്. 10 പേര്. വലിയ 10 പേരെന്ന് പറഞ്ഞപ്പോൾ 4 മുതൽ 10 എന്ന് പറഞ്ഞു. വലിയ 4 മുതൽ 10 പേരിൽ 4 പേര് ആദ്യം 4 പേര്. അപ്പൊ അതിന് വല്ല ഗ്രേഡ് പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ വല്ല ഗ്രേഡും അതൊന്നും വേണ്ട. എല്ലാവർക്കും തുല്യമായ അവര് തുല്യ അവകാശത്തിൽ ഇതില്ലെങ്കിൽ ഇവര് അവകാശം വെച്ചുകൊണ്ട് പലതും ചെയ്തു. ദർശനമുള്ളവരെ മാത്രം എടുക്കാൻ പറഞ്ഞല്ല. അപ്പൊ അങ്ങനെയുള്ളത് ഇല്ലെങ്കിലും അല്ല, കുട്ടികൾ വരുമെന്ന് പറഞ്ഞു ചോദിക്കേണ്ട കാര്യം. അതെ, ദർശനം ഉള്ളവരുണ്ടെങ്കിൽ എടുത്തോണം, ഇല്ലെങ്കിൽ 4 പേര്. അത് വരട്ടെ, വരുന്ന ഈ ആനുപാതിക അനുസരിച്ച് കൂട്ടിക്കോണം. അതിന്റെ അതെ, സന്യാസിമാര് ആയിരക്കണക്കിന് വരും. മനസ്സിലായി. നമുക്ക് സന്യാസിമാര് നമ്മുടെ ഇടയിൽ ഈ മറ്റു സന്യാസം പോലെയല്ല. മറ്റിന്ന് നിലവിലിരിക്കുന്ന സന്യാസിമാരുണ്ടല്ലോ, അതുപോലെ അല്ല. എന്തോ അവര് ബ്രഹ്മചാരികളായിട്ട് ഈ സംഘത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവര്, അതാണ് സന്യാസം. അയാൾക്ക് വരാം. അയാൾക്ക് വരാം. അയാൾ എത്ര പേരോ വന്നോട്ടെ, അവർ ചിലപ്പോൾ ആയിരക്കണക്കിന് വരും. എന്തോ അതെ അതെ, എത്ര വരെ ആകുമ്പോൾ 10 പേര് നിലനിൽക്കണം? 100 കഴിഞ്ഞാൽ 100-ന് മേപ്പോട്ട് വരുമ്പോൾ 10 പേര്. ഇതിന്റെ അനുമാനം അനുസരിച്ച് കൂടി വന്നോളാം. 10-1 4 14. 50 കഴിഞ്ഞാൽ 100-നകത്ത് വരെ 100 വരെ 7. 100 കഴിഞ്ഞാൽ 10 പേര്. 110 ആയാലും 10 പേര്, 105 ആയാലും 10 പേര്, 102 ആയാലും 10 പേര്. അതെ, അതെങ്ങനെയാ വരാനും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 150 ആകുമ്പോൾ ഇതിന്റെ ആനുപാതികം കൂട്ടണം. ഇതിൽ എത്ര പേര് കാഴ്ചകളുണ്ടാകണം? കാഴ്ചയുള്ളവരെല്ലാവരും ഇരിക്കാം. അവരെന്താ പ്രത്യേകിച്ച്? അതെ, അത് ഉള്ളവര് ഇല്ലാതെയായി പോയി. എന്ത് ചെയ്യും? ഇതിൽ തിരഞ്ഞെടുക്കുമ്പോൾ കഴിയുന്നിടത്തോളം ഉണ്ടെങ്കിൽ വെച്ചോണം. ഉണ്ടെങ്കിൽ അതെങ്ങനെയുള്ളവരാണ്? ഇപ്പൊ ഈ കൊച്ചിനെ കൊണ്ടുവന്നു, ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാവുന്ന ഒരാൾ വേണം. അപ്പൊ ഒരു രോഗി വന്ന് ആ ആളുടെ കാര്യം പറഞ്ഞു കൊടുക്കാവുന്ന ആ ആളിനെ ഇതിൽ പ്രവേശനമുള്ളൂ, അല്ലാത്തവർക്കില്ല. അതാണ് പെണ്ണില്ല. അതിങ്ങനെ എത്ര ആനുപാതികമായിട്ട് എത്ര കൂടി വന്നാലും അങ്ങനെ വരും. ഭരണ സംവിധാനത്തിനുണ്ട് സന്യാസിമാരുണ്ട്. വാക്കുകളിൽ ഈ താഴ്ചയുള്ള ആളുകൾ പറയുന്നത് മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ഓരോന്നും തീരുമാനിക്കും. അത് അങ്ങനെ പോയാൽ അവർ തെറ്റും. നമുക്കൊരു അറിവിന് അവർ പറയുക ഇന്നതൊക്കെയാണ്. സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമെന്ന് ആരറിയും? അത് തന്നെ അപ്പോഴും അവർ ഉള്ളവർ തിരഞ്ഞെടുക്കട്ടെ. അതൊന്നും അത് ഒരുപാട് പേര് കാണും. ഇതില് ഗൃഹസ്ഥാശ്രമികളായിരിക്കും ചിലപ്പോൾ കൂടുതൽ മുന്നിൽ വരുന്നത്.
കാഴ്ചയുള്ളവർ, കാര്യം അറിയാവുന്നവരും ഗൃഹസ്ഥാശ്രമികളും വരും. അത് എന്തുകൊണ്ട് വന്നൂടാ? അങ്ങനെയാണ്. ഗൃഹസ്ഥാശ്രമത്തിന് വേറെ ഒന്നുമില്ല. ഇവരിത് സംഘത്തെ നിലനിർത്തുന്നവരായില്ല. അത് മനസ്സിലായി. ഇപ്പൊ ഗൃഹസ്ഥാശ്രമം അയാൾക്ക് ദർശനം ഉണ്ടായിരിക്കും, മനസ്സിലാകും. പിന്നെ സുരേഷ് എന്ത് ചെയ്തു എന്ന് വിളിക്കണ്ടത്? അപ്പം ഈ നമ്മുടെ ആളുകൾ വളരെ കൂടുതൽ വരും. അത് മനസ്സിലാകുന്നു. അത്രേ ഉള്ളൂ. അവര് കാഴ്ചയുള്ളവർ വരും. അവർ സന്യാസി ആയിക്കഴിഞ്ഞാൽ അവരെ പിന്നെ വീടുമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. എങ്ങനെ ബന്ധമില്ല? ധനം അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങുക, അത് അവരുടെ ആയിട്ടല്ല. ഇപ്പൊ ഗൃഹസ്ഥാശ്രമിയായി ഭാര്യ, മക്കള് എല്ലാം ഉണ്ട്. അവർക്ക് മൊത്തം കൊടുത്തിട്ട് പോരാനാണെങ്കിൽ അങ്ങനെ. അവർ വസ്തു കൊണ്ടുവരണമെന്നൊന്നും കാര്യമില്ല. അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഈശ്വരവചന ചെയ്യണം, അതേ താല്പര്യമുള്ളൂ. അതല്ല, അവർക്ക് കഴിയാനുള്ള വകയും കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയാകാം. സംഘത്തിന് അവരുടെ അത് ആവശ്യമില്ല. കൊണ്ടുവരികയാണെങ്കിൽ സ്വീകരിക്കുക. ചിലർ കൊണ്ടുവരുന്ന കാണും. കൂടുതൽ ചിലരൊരു പിന്നെ അധികാരി അവകാശികളില്ലാത്തവർ കാണും. അവകാശികളുണ്ടെങ്കിലും അത് അവർ കൊടുക്കാത്തവർ കാണും. അവർക്കിത് ഇതിലോട്ട് ചേരാൻ. അതെ, അങ്ങനെയല്ല. അങ്ങനെ എല്ലാ കാലത്തും ഉണ്ടാകാൻ ഒരു സമയത്ത് ഇവരെ തെറ്റിപ്പോയാൽ ഇവരെ പുറന്തള്ളും. ഈശ്വരനായിട്ട് തന്നെ പുറന്തള്ളും. ഇപ്പൊ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഇന്ന് വരെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? ഇപ്പൊ ആണും പെണ്ണും ഇവിടെ തെളിഞ്ഞു വന്ന്, അത് ഇയാൾക്ക് ഇത് നല്ല മലയാളം മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. നമ്മളെ ഈ സന്യാസി സംഘവും ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരും ഉണ്ട് നമ്മുടെ ഈ പരമ്പരയിൽ. മനസ്സിലാകുന്നു? അപ്പൊ ഈ ഗൃഹസ്ഥാശ്രമികൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അവർക്ക് സന്യാസി ആകണമെന്ന് കണ്ടാൽ വീട് വിട്ട് വരാം, സേവനം ചെയ്യാം. അതങ്ങനെ ആയിരക്കണക്കിന് വന്നെന്ന് വരും. ഒന്നും രണ്ടും അല്ല. പക്ഷെ അവർ സന്യാസിയായ അവരെ വേർതിരിക്കാൻ പാടില്ല. എന്ത് മനസ്സിലായി? ഈ സന്യാസി സംഘത്തിൽ നിന്ന് വേർതിരിച്ച് അവരെ നിർത്താൻ പാടില്ല. അയാൾ ഗൃഹസ്ഥാശ്രമിയായിരുന്നു, അയാൾ ഇന്നലെ വന്നിട്ട് സന്യാസിയായിരുന്നു, ആ പറച്ചിൽ പറയാൻ പാടില്ല. തുല്യാവകാശം. ഇതില് ഒരു പ്രധാന ആ രീതിയിൽ വന്നില്ല എങ്കിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. എങ്ങനെ? സന്യാസി സംഘത്തില് 4 മുതൽ 10 പേരെ തരുമെന്ന്. ഇപ്പൊ ഒരു പ്രധാന സന്യാസിമോ അല്ലെങ്കിൽ അങ്ങനെയില്ല, അല്ല അങ്ങനെ വല്ലത്തിന് വരില്ല.
തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവർ ഇത് ചതിച്ചളയും. അത് ഇവർ തിരഞ്ഞെടുത്തോളണം 4 പേരെ. അതെ അത് വരും. അവര് ആ തെരഞ്ഞെടുപ്പിന് അഭിപ്രായ വ്യത്യാസം വന്നൂടാ. ഞങ്ങളിൽ തന്നെ ഒരു തീരുമാനത്തിൽ വരാൻ പ്രയാസം 20 പേര്. എണ്ണം കൂടുമ്പോ അങ്ങനെ 20 പേര്. ഇപ്പം 1000 സന്യാസിമാരുണ്ട്. അത് ഗുരു പറഞ്ഞ വാക്കിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. ഗുരു ഒരു തീർപ്പ് കേൾപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? എക്കാലത്തും ആനുപാതികമായി കൂടി വന്നോട്ടെ. എത്രയെ കൂടട്ടെ? വരട്ടെ. വരില്ല, നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി മാറിയെന്ന് വെച്ചാൽ അവിടെ അത് വരില്ല. 20 200 ആയിക്കോട്ടെ. അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെ വെച്ചെങ്കിൽ ഇത് പോകും, ഗ്രൂപ്പാകും. പ്രാർത്ഥിയാകും, അല്ലാത്തവർ വേണ്ട. ഒറ്റ മനസ്സല്ലെങ്കിൽ അവർ ചെയ്യണ്ട. ഗൃഹശാസ്ത്ര ശിഷ്യന്മാരെ അറിയിക്കും, അവരെ മാറ്റും. അത് തെറ്റ് ചെയ്താൽ മാറ്റുക, ഇത്ര മാത്രം. അതെ, ഈ സംഘം മാറ്റും. ഗൃഹസ്ഥാശ്രമികളും ഈ സന്യാസ സംഘമായിട്ട് മാറ്റും. അല്ല, അവർ പിരിഞ്ഞു പിരിഞ്ഞല്ല. സന്യാസ സംഘം ആശയത്തിൽ ഇവരൊന്നാണ്, മനസ്സിലായ? ഗുരു പറഞ്ഞിരിക്കുന്ന വാക്കിനെ തെറ്റിച്ച് ആര് പറഞ്ഞാലും അവർ വെളിയില്ല. അല്ലാതെ വേറെ അല്ല. ഇതെന്നും ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഇവർ പെശകും. ബുദ്ധിയും കഴിവുള്ളവർ വന്നിട്ട് ഇതിനെ തെറ്റിച്ച് ഇല്ലാതാക്കി കളയും. അങ്ങനെയൊന്നും വരില്ല. അതിനെല്ലാം ആർക്കും പ്രാതിനിധ്യമില്ല. ഒരു വർഷത്തേക്കേ ഉള്ളു, ഉടനെ മാറ്റം വരും. അവര് അതിൽ നിന്ന് മാറിക്കൊള്ളണം. അഭിപ്രായം ഇല്ലാത്തവരങ്ങ് മാറിപ്പോകും. ഗുരു എത്രയാണെങ്കിലും അവർക്ക് ഗുരുവാക്കി നിന്ദിക്കാൻ പാടില്ല. ഒന്നിച്ച് ചിന്തിക്കാനുള്ള ഒരു ആ വാക്ക് മാത്രം അവർ ചിന്തിച്ചോണം. വേറെ അപ്പുറത്തോട്ട് അവർ കടന്നു പോകരുത്. ആരുണ്ടായാലും ശരി, ആചാര്യൻ ഈ കാര്യത്തിൽ ഇരുന്നോളാം. ഏത് ഇന്നതൊക്കെ കാണുന്നു, ഈ സംഘത്തിന്റെ അവകാശത്തിന് ഇന്നതാണ് വന്നിരിക്കുന്നത്. അങ്ങനെയില്ല. മൊത്തം നിലനിൽക്കുന്ന ഒരു നിയമമാണ് പറയുന്നത്. സംശയം ചോദിക്കണം, ചോദിക്കുന്നതിനെ ഒക്കില്ല. സമയം കൂടുതലായല്ലേ? അതിന് മാറ്റം ചെയ്യേണ്ടതല്ല. ഈ 21 ഈ 100 പേരല്ല, 200 പേര് 1000 വരട്ടെ. അവര് ഈ ഒരൊറ്റ വാക്കിനെ ഒറ്റ മനസ്സോടുകൂടി സ്വീകരിച്ചുകൊണ്ട് പോയിരിക്കണം. ഒരുമിച്ചായ എല്ലാവരുടെയും ഒരൊറ്റ തീരുമാനമായിരിക്കണം. അതെ, അത് കഴിഞ്ഞിട്ട് അതിന് മാറ്റം ചെയ്യാൻ പാടില്ല. മാറ്റം ചെയ്യുന്നതാണോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിൽ അവരങ്ങ് മാറിപ്പോകും.
മാറുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യുക. അതെ. ആരെങ്ങനെ തെറ്റിക്കുന്ന അവർ വെളിയിൽ, അവർക്ക് ഈ സംഘമായിട്ട് പിന്നെ ഒരു ബന്ധമില്ല, ഒരു ഗൃഹസ്ഥാശ്രമ ബന്ധം പോലും അവർക്ക് കാണില്ല. മനസ്സിലായില്ലേ? മറ്റ് ഗൃഹസ്ഥാശ്രമികൾക്ക് ഇതിൽ വന്ന അഭിപ്രായം പറയാം, ഇവർ തെറ്റിപ്പോയ ഇവർക്ക് പിന്നെ അഭിപ്രായം പറയാൻ അധികാരമില്ല. അല്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല. ഇവർ ഈ ഓരോരുത്തരും ഇങ്ങനെ കുഴച്ചു വരും. എന്താ ആചാര്യൻ അത് വരട്ടെ, അവർ പറഞ്ഞു കൊടുത്തേക്കണം. അവർക്ക് 4 പേരുണ്ടെങ്കിൽ 4 പേര് ദർശനത്തിൽ അഭിപ്രായം പറയണം. അവർ ചിലപ്പം 10-100 പേര് കാണും. അവരൊരു സംഘമായിട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ ഈ സംഘത്തിൻ്റെ അഭിപ്രായം ഗുരുവചനം തെറ്റാതെ ചെയ്തോണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആദിശങ്കരൻ എന്ന് പറയുന്നതും ഗുരു എന്ന് പറയുന്നതും തെളിവില്ലാതെയായി പോകും. അതെ, ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും മുൻപിൽ. 4 പേർക്ക് 4 വിധം കിട്ടിയിരിക്കും. അതെന്താണ്? പക്ഷെ ആശയം ഒന്നായിരിക്കും. മനസ്സിലായില്ല? അത് മനസ്സിലായെന്നറിയില്ല. ആശയം ഒന്നായിരിക്കും. ഇപ്പൊ ഒരാൾ കാണുകയാണ്, അതിന്റെ വ്യക്തമായ കാര്യം പറയുകയാണ്. ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാരെയും കൂടി വാരി, മനസ്സിലായില്ലേ? ഇല്ല, എല്ലാരെയും കൂടി ആരെയാണ് വാരിയിട്ട്? ഈ ഗുരു ശിഷ്യന്മാരെ. അതില് പിന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട്, ഈ വാരിയിട്ട് ചാടിപ്പോകാതിരിക്കാനായിട്ട് ഒരു പാത്രം. ഇതിന് മനസ്സിലായില്ല. ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുക, അത് സംഘം എന്നർത്ഥം. ഇതിന് ഈ സംഘത്തിൽ നിന്ന് ചാടിപ്പോയാ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗൃഹസ്ഥാശ്രമം. മര്യാദയ്ക്ക് നിന്നോണം. അത് ബോർഡ് ഇവരെ അംഗീകരിച്ച് പറയുന്നത് ചെയ്യുമല്ലോ. അല്ല, ബോർഡ് ഭരിക്കാൻ മാത്രമല്ലേ. ബോർഡ് ആ കാലാവധി ഭരിക്കാൻ മാത്രമാണ്. എത്ര കോടിക്കണക്കിന് ആൾ വന്നാലും ഈ ബോർഡ് ഭരിക്കാനുള്ളതാണ്. പക്ഷേ സന്യാസി സംഘത്തിന് ഭരിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? അവരൊരു ബോർഡിനെ തെരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ഭരിപ്പിക്കുന്നു. മനസ്സിലായോന്നറിയില്ല. പറ. ബോർഡിൽ എത്ര മെമ്പർമാരായി? ബോർഡിൽ അത് ആ ഭരണം കൊണ്ടുപോകത്തക്ക വിപുലമായി വരില്ലേ? വിപുലമായി വരുമെന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്ഥലത്തും ഭരണകൂടം ഉണ്ടായിരിക്കും. അപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ 4 ഭാഗത്തുമുള്ള പ്രസ്ഥാനമുണ്ടല്ലോ. ഇപ്പം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ തെന്നിന്ത്യ എന്ന് വിചാരിക്കുക, 4 സംസ്ഥാനത്തിൽ നിന്ന് ആളുണ്ടാവും. ഇതിൻ്റെ മെമ്പറായിരിക്കും. മനസ്സിലായില്ല?
അതിനൊരു അതുപോലെ അവിടെയുള്ള ഗൃഹസ്ഥാശ്രമ പിന്നെ ഒരു വിശ്വാസി എന്ന് വിചാരിക്കുക, അയാളെ വെറും തള്ളാൻ, അയാൾക്ക് പണമില്ലെന്നും പറഞ്ഞ് വെളിയിൽ തള്ളാൻ പാടില്ല. മനസ്സിലായോ? പണവും വിദ്യയും ഇല്ലെന്ന് പറഞ്ഞ് ആ വിശ്വാസിയെ വെളിയിൽ തള്ളാൻ പാടില്ല. ജാതി ഒരിക്കലും കണ്ടുപോയെങ്കിൽ അവനെ ഒപ്പോഴേ വെളിയിൽ തള്ളിക്കണം, ആ സെക്കൻഡിൽ കളഞ്ഞേക്കണം, അതിന് മാപ്പയില്ല. യാതൊന്നുമില്ല, സംഘത്തിന്റെ ബലം മാത്രം. രാഷ്ട്രീയത്തിൽ ആരെങ്കിലും തിരിഞ്ഞെങ്കിൽ അവരെപ്പോൾ വെളിയിൽ കളഞ്ഞു. മനസ്സിലാകുന്നു? അതെ, വേണ്ട. കാരണം ഈ ബൈരപടി ഇവർ ഭരിച്ചു വന്നിട്ട് ഇങ്ങനെയല്ലേ ആയത്. അതെ, ബോർഡില്ലാതെ പിന്നെ തെരഞ്ഞെടുക്കും, രജിസ്ട്രേഷൻ ചെയ്തിട്ട് തെരഞ്ഞെടുക്കും. തെരഞ്ഞെടുക്കുന്നെന്ന് വെച്ചാൽ അവർ മാറിപ്പോകുമെന്നല്ല അർത്ഥം. അവരുടെ ഒരു ഊഴം കഴിയുമ്പോൾ പിന്നെയും തെരഞ്ഞെടുക്കും അവരെ. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നിലനിർത്താൻ കഴിയില്ല. മനസ്സിലായോ? അത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. ഈ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാര്, സന്യാസി ശിഷ്യന്മാര്, അപ്പൊ ഈ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാര് ഒരിക്കലും ഈ ആശയത്തിന് വിരുദ്ധമായിട്ട് ചെയ്യരുത്. അതൊരു നിയമമാണ്. നമ്മുടെ ഈ എന്താണ് ആ നിയമം? അങ്ങനെ ഒരു നിയമം വേണം, ഈ ബൈലയിൽ തന്നെ വേണം. ആശയത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അതെ, ഇപ്പൊ തന്നെ ഒരു ആണും പെണ്ണും എന്ന് വിചാരിക്കുക, അവർക്ക് ഒരു ബന്ധം വേണമെന്ന് പറഞ്ഞ് പറയാം. എവിടെ പറയാം? അച്ഛനും അമ്മയും പറഞ്ഞിട്ട് അച്ഛനും അമ്മയും സംഘത്തിൽ പറയുക. മനസ്സിലായില്ല? ഈ ഗൃഹസ്ഥാശ്രമ സംഘം ഒരു സംഘമുണ്ട്. വരികയാണെങ്കിൽ ആ രക്ഷകർത്താക്കൾ വന്ന് സംഘത്തിൽ പറഞ്ഞിട്ട് ആ തീർപ്പും പ്രകാരമേ ഇത് ബന്ധം നടക്കാവൂ. അല്ലെങ്കിൽ പിന്നെ ഈ ബന്ധത്തിന് എന്തർത്ഥം? അല്ലെങ്കിൽ അവർ ഓരോരുത്തരും അവരവരുടെ പാട്ടിന് പിരിഞ്ഞു പോകും. അങ്ങനെ പോയാൽ അവർ പൊയ്ക്കോട്ടെ. മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും അങ്ങ് വിട്ടേക്കണം, അവരങ്ങ് പോട്ടെ. ഈ സംഘത്തിലുള്ളവരല്ല അവർ. സംഘം എന്ന് പറയുമ്പോൾ ഒരു നിയമം ഇല്ലായിരുന്നു. ജാതിയിൽ ഉള്ള നിയമമല്ല പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഉള്ള ഒരു അങ്ങ് വേറൊരു ആശയത്തിൽ പെരുമാറുന്നവരോട് പോയി ബന്ധപ്പെടരുത്. മനസ്സിലായോ? അവരൊരു ക്ഷേത്ര സമ്പ്രദായിയാണെങ്കിൽ അവരോട് ബന്ധപ്പെടരുത്. ഈ ഗുരു സമ്പ്രദായിയാണെങ്കിൽ അവരോട് ബന്ധപ്പെടാം. അത് ജാതിയും മതമൊന്നുമില്ല. എന്തിനാണ് അങ്ങനെ വെച്ചത്? നമ്മുടെ ഗുരുപൂജ ചെയ്ത് നിലനിർത്തിയിരിക്കുന്ന പരമ്പരയാണ്. അതിപ്പോൾ വന്നു കഴിഞ്ഞു അങ്ങനെയുള്ള കുഴപ്പം. അങ്ങനെയുള്ളവരെ വിട്ടേക്കുക. ഗുരുപൂജ ചെയ്യുന്നത് എന്താണ് നമുക്കത് മനസ്സിലാകണ്ടേ? അവിടെ ചോറ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കും. അല്ല, ഇത്രയും പേർക്ക് ബാക്കി വരാവൂ. വിശപ്പ് അധികരിച്ചു പോയെന്ന്. വിശപ്പ് അധികരിച്ചു പോയെന്ന്.
ഇല്ല വന്നിട്ടും എല്ലാം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇത് നിങ്ങളെല്ലാവരും അറിയുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഒരു പെണ്ണ് വളർന്നു വന്ന് അവൾ അന്യവിശ്വാസത്തിൽ പോകാൻ പാടില്ല. ഗുരുവിശ്വാസി അവർ അങ്ങനെ ബന്ധപ്പെട്ടു പോയെങ്കിൽ നമുക്ക് അതിനെ തടയാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് ഈ ഗൃഹസ്ഥാശ്രമ അംഗങ്ങളും സന്യാസ സംഘം അനുവദിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവർ ഈ പരമ്പരയിലുള്ളതല്ല, അവരിതിൽ ബന്ധപ്പെടേണ്ട, അവർ പോയി വേറെ ബന്ധപ്പെട്ടു. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ലാതെ വരും. എന്താ